അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അബ്ദു കുപ്ലേരി. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലി കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത്, ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്ത് പറ്റി? എന്ത് പറയാൻ, ഒരു പെണ്ണ് കെട്ടി. അവള് കളഞ്ഞിട്ട് പോയാ? അവളുണ്ട്, 2 പിള്ളേരും. സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. റിസഷൻ എന്ന സുനാമി വന്ന് അതിലിടിച്ച് എൻ്റെ പണി പോയി. ഇപ്പം എല്ലാവരെയും ഇവിടുന്ന് നാട്ടിലോട്ട് പറഞ്ഞു വിടുവല്ലേ. പണിയില്ലാത്തത് കൊണ്ട് പട്ടിണിയാ. എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ ഉണ്ടായിരുന്നെല്ലാം വിറ്റുപിറക്കി വാപ്പയും ഉപ്പാപ്പയും എല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. ഇനി ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവിടെ പെരുവഴി കിടക്കാനേ പറ്റൂ. ഇപ്പം ഞാൻ എന്ത് വേണം? സെക്യൂരിറ്റി ക്യാമറയും മറ്റും മെയിൻ്റെനൻസ് ചെയ്യാൻ ഇവിടെ ഒരാളെ വേണമെന്ന് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. CCTV, അതായിരുന്നു എൻ്റെ പണി. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നീയാണ്, ഓ സാറാണ് ഇവിടുത്തെ ഏമാനം നിറഞ്ഞത്. ഡേ, അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണുവെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോഴല്ലേ നീ എൻ്റെ ഫേവർ രൂപ വാച്ച് പഠിച്ചോണ്ട് പോയത്? അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. സമാധാനമായി. പഴയതൊന്നും സാറ് മറന്നിട്ടില്ലല്ലോ. സർ സ്വീറ്റ്സ്, സർ ബാലൻസ്. താങ്ക് യു സർ. എന്നാ എന്താ വിശേഷിച്ച്? അയ്യോ, നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിന് കഴി. വേണ്ട, അത് ഷുഗറാ. പിന്നെ മുട്ടായിൽ ഷുഗർ അല്ലാതെ ഉപ്പും മുളകും വാരിയിട്ട് വരും ആരെങ്കിലും? എന്നാ. ഓ അതല്ല, എൻ്റെ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞതാ. ആരോഗ്യവും പട്ടിണിയെല്ലാം കൂടെ വലിയ കഷ്ടത്തിലാ മാധവ. മീനാക്ഷി. എന്റെ കാര്യം എടാ അബ്ദു, നിന്റെ സമയം കൊള്ളാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാ നീ എന്നെ കാണാമെന്ന്. നീ പറഞ്ഞതല്ല ശരിയാണല്ലോ? പടച്ചോനാണ് സത്യം. എന്നാ ജൂലിയുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെക്കോ. നല്ല ശമ്പളമുള്ള പണിയാണ്, ജീവിക്കാൻ ഇത് മതി കേട്ടാ. പടച്ചോ നിന്നെ കാക്കും. അല്ല, സാറിനെ കാക്കും. പടച്ചോനെ. എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ലതും താ. അച്ചായൻ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, അതല്ലേ പതിവ്. പണ്ടെങ്ങാണ്ട് ചത്തു ഒലഞ്ഞ അറബിയുടെ മുന്നിൽ ഈ കസരത്ത് കാണിക്കുന്നതിന്റെ പാതി നേരം കർത്താവിന്റെ മുമ്പിൽ തൊഴുതിരുന്നെങ്കിൽ പുണ്യെങ്കിലും കിട്ടിയേനെ. ഇയാളുടെ പ്രാർത്ഥന കഴിഞ്ഞില്ലേ? കഷ്ടം. പ്രാർത്ഥന കഴിയട്ടെ, ഞാൻ വച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ കോയ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് സാർ. കാലത്തെ വല്ലവനും വന്ന് വല്ലതുമൊക്കെ പറഞ്ഞ് മുതലാളിയുടെ മൂഡ് കളയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. മുതലാളിയുടെ പിശുക്കും പൂത്ത കാശും ഒക്കെ കണ്ട് അസൂയക്കാർ വെറുതെ പറയുന്നതായിരിക്കും. എന്തായാലും നമുക്കതൊന്ന് മാറ്റിയെടുക്കണം. അതെങ്ങനെ? ഒരു ഗതികെട്ടവനെ അങ്ങ് സഹായിക്കണം മുതലാളി. അതിനിപ്പോ ഗതികെട്ട ഒരുത്തരെ കണ്ടുപിടിക്കണ്ടോ? ദാണ്ട മുമ്പ് നിൽക്കല്ലേ. എനിക്കൊരു അമ്മായിയപ്പനുണ്ട്, മത്തായി. മുതലാളിയെക്കാളും ചീത്തപ്പേരുള്ള ഒരുത്തനാ. അയാളുടെ 1,000 ദിറംസ് ഞാൻ കടം വാങ്ങി. സ്വന്തം മോളെ കെട്ടിയവനെന്ന് പോലും നോക്കാതെ ആ കണ്ണിച്ചോരയില്ലാത്ത പരമ തെണ്ടി പോലീസിൽ പരാതി കൊടുത്ത് എന്നെ അകത്താക്കാൻ നോക്കുക. മുതലാളി 1,000 ദിറം എനിക്ക് താ, ഞാൻ പണി ചെയ്ത് തീർക്കാം. എന്നിട്ട് മുതലാളി തന്നതെന്നും പറഞ്ഞ് എനിക്ക് അതുകൊണ്ട് അയാളുടെ മുഖത്തെറിഞ്ഞിട്ട് മുതലാളിയുടെ ചീത്തപ്പേര് എനിക്ക് മാറ്റണം. മുതലാളിക്ക് ഷൈൻ ചെയ്യാൻ ബെസ്റ്റ് ചാൻസാ. എന്ത് പറയുന്നു? ഓക്കെ പറ. എന്റെ അളിയാ, അല്ല മുതലാളി. എടാ, നിനക്ക് 5000 ദിർഹം തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ ഈ ചീത്തപ്പേര് പോയാല് നിന്നെ പോലുള്ള അലവലാദികൾ ദിവസവും രാവിലെ എൻ്റെ അടുത്ത് വന്ന് പണം ചോദിക്കും. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. ഡ്രൈവർ ചെയ്യുന്ന കോട്ടും ടൈയും ഒക്കെ എവിടെ? അവിടെ കിടക്കണം. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സാർ. എന്താ? മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. ഒന്ന് പതുക്കെ ആട്ടെ ജോസേ. കോരാൻ മൺവട്ടി എടുക്കട്ടെ. അല്ലേ, ഇതാരാ? നാളെ കുറെ ആയല്ലോ കണ്ടിട്ട്.
ആരാ അടിയത്? നിങ്ങളുടെ മോളും മരുമോനും. അവനെ ഈ പടി കയറ്റരുത്, പുറത്തു നിൽക്കാൻ പറ. ഞാൻ ഈ മീശ ഒന്ന് കറുപ്പിച്ചിട്ട് വരാം. എനിക്ക് നിങ്ങളുടെ ഓശാരമൊന്നും വേണ്ട. നിങ്ങളുടെ ഞാൻ കടം വാങ്ങിയ കാശിന് പകരം പണയപ്പണ്ടം കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാനാ വന്നത്. എന്നാ ആ പണയപ്പണ്ടം അവിടെ വെച്ചിട്ട് നീ പോയിക്കോ. നിന്റെ മോന്ത കണ്ടാ എനിക്ക് കലി വരും. എന്റെ കാശ് തിരിച്ചു വരുമ്പോ ഞാൻ അത് നിനക്ക് തിരിച്ചു തരാം. അത് മതി, അത് മതി, എനിക്കൊക്കെ. എനിക്കൊക്കെ. എന്റെ അടുത്താ അവന്റെ കളി. എന്നിട്ട് എവിടെ ഈ പണയപ്പണ്ടം? ദേ നിൽക്കുന്നു നിങ്ങളുടെ പണയപ്പണ്ടം. നമ്മുടെ മോള് കാശ് കൊണ്ട് തന്നിട്ടേ എടുത്തോണ്ട് പൊയ്ക്കോളാമെന്ന്. അതുവരെ എന്റെ ഭാര്യ പണയമായി ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് അവൻ അവന്റെ പാട്ടിന് പോയി. വാ മോളെ. യെസ് Sir, see this? It's on the net. അബ്ദു ജയിലിൽ കിടന്നോ മോഷണ കുറ്റത്തിന്? Yes, sir. That's how he lost his job. അത് ശരി. അപ്പൊ അവൻ പറഞ്ഞ മുഴുവൻ കള്ളമായിരുന്നല്ലേ? Yes, sir. He's outside waiting for your blessings. അവനെ ഇങ്ങോട്ട് വിളിക്കേ, ഞാൻ അനുഗ്രഹിച്ചു വിടാം. കോളിൻ. Yes, sir. ക്യാമറയുടെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്തു. പെർഫെക്റ്റാ. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഒന്ന് ഒപ്പിട്ട് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ ജോലിക്ക് കയറാമായിരുന്നു. ഇട പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വളഞ്ഞായിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ എന്താ പറഞ്ഞേ? റിസപ്ഷൻ വന്നപ്പോ ദുബായ് കമ്പനി പണിക്ക് ആളെ കുറച്ചപ്പോ നിന്റെ പണി പോയെന്നല്ലേ? ഇവിടെ നിന്നെ പിടിച്ച് മോഷണ കുറ്റത്തിന് ജയിലിട്ടപ്പോഴല്ലാണ് നിന്റെ പണി പോയത്. എന്നിട്ട് ഇവിടെ വന്ന് കുടുംബം കൊളക്കോഴി ഉമ്മയുടെ ഉപ്പുപ്പ എന്നൊക്കെ പറഞ്ഞ് എന്റെ ഇത് ജോലി അടിച്ചെടുക്കാമെന്ന് കരുതിയല്ലടാ. ഓക്കെ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. തുറന്ന എന്തെങ്കിലും എടുത്താൽ കുത്തിക്കയറ്റി തന്നെ വായിക്കാത്ത. നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയതാ എന്റെ തെറ്റ്. ചെരിപ്പെടുത്ത് എന്റെ ചെവി കുറ്റിക്ക് അടിക്കണം. ഞാനതൊന്നും ചെയ്യില്ല. ഈ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് ആരും ഇങ്ങനെ ഇതൊക്കെ കിട്ടിയിരിക്കുന്നോണ്ടാണ് ഇത്ര നേരം മാന്യമായിട്ട് പെരുമാറിയത്. ഇറങ്ങടാ മാധവ. ഈ പണി കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം. വേറൊരു പണി എനിക്കറിയില്ല. വേറൊരു പണിയുടെ സർട്ടിഫിക്കറ്റും ഇല്ല. വേറൊരു പണി അറിയാലോ, മോഷണം പിടിച്ചോറി. അത് പോയി ചെയ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഞാൻ തരാം. എനിക്ക് അനുഭവം ഉണ്ടല്ലോ. വാച്ച്. പഴയ കാലമൊക്കെ സാർ ഇത്ര വേഗം വേണ്ടാത്തൊന്നും നീ എന്നെ ഓർപ്പിക്കണ്ട. ഇവിടെ നിന്നല്ല, എനിക്ക് പരിചയമുള്ള ഒരിടത്തും നിന്നെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? ഇറങ്ങടാ. എന്താ നോക്കി പേടിപ്പിക്കുന്ന? നോക്കി പേടിപ്പിക്കുന്നു. വണ്ടി നിർത്തണം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്റെ തലച്ചോറ് കണ്ണി കൂടെ പുറത്തു വരും. എവിടാ നിന്റെ പെട്ടി? എടുക്കണം. ഇങ്ങോട്ട്. ഇനി നിനക്ക് എന്താ വേണം? എന്റെ വാലറ്റ് വേണം, എന്റെ ഫോൺ വേണം, എന്റെ വാച്ച് വേണോ? നിർത്തണ വണ്ടി. ഇവിടെ വണ്ടി നിർത്താൻ. നീ ആയിരുന്നോ? എനിക്ക് തോന്നി. ഒരു ഡയമണ്ട് മോതിരമുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമാടാ കള്ള കുപ്ലേരി. ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനാ ഞാൻ. നീ ഏതായാലും ഈ ലോകത്തിന് ഭാരമാടാ. നിന്നെ ഞാൻ കൊല്ലും. ഒരു ആത്മഹത്യ, ഒരു കൊലപാതകവും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇതൊന്ന് പോക്ക്. വണ്ടി നിർത്ത്. നിർത്തിയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. വെക്കടാ വെടി. നിന്റെ വെടി കൊണ്ട് ഞാൻ ചാവും. അത് കഴിഞ്ഞ് ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു മറിഞ്ഞ് നീ ചാവും. കൊല്ലടാ എന്നെ. ചോപ്പ് സിഗ്നല്. ഞാനിപ്പോ ചാവേ. നീയല്ല നമ്മൾ എന്നിട്ട് വീണ്ടും ജനിക്കും. എവിടെ? പെണ്ണ് എന്നൊരു ജാതി ഇല്ലാത്തൊരു സ്ഥലത്ത്. പെണ്ണില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജനിക്കുന്നത്? മാനത്തുനിന്ന് പൊട്ടി വീഴാം. നിനക്ക് ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്താ, മുഴുവൻ ഭ്രാന്ത്. ഞാനിപ്പോ ചാടുവേ. നീ ചാടിച്ചാവണോ ഇടിച്ചു ചാവണോ എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചു. ജീവിതമേ ഗുഡ് ബൈ.
അതിനി അനങ്ങൂല, ചത്ത്. ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് വെട്ടിപ്പൊളിച്ച് തലേ ചുമന്നുകൊണ്ട് പോകണം. കാറിലും ബസ്സിലും ഒക്കെ ഇരുന്ന് നോക്കുമ്പോ ഈ മരുഭൂമിക്കൊക്കെ എന്ത് ഭംഗിയാ. വണ്ടിയോടടുത്തപ്പോഴല്ലേ മാങ്ങാടെ പുളി അറിഞ്ഞത്. അട്ടഹാസവും ഭ്രാന്തും ഒക്കെ തീർന്ന ചാകാനുള്ള ആഗ്രഹം തീർന്നിട്ടില്ലെങ്കിൽ തല മണ്ണി പൂഴ്ത്തി വെച്ചാ മതി. പിടഞ്ഞ് പിടഞ്ഞ് ചാകും. അവന്റെ അമ്മയുടെ ആത്മഹത്യ. വിരള് വായി വെച്ച് ഉറിഞ്ചിക്കോ. നീ എന്ത് കണ്ടിട്ടാ തോക്കും കത്തിയും കൂടൊക്കെ എടുത്ത് എന്റെ അടുത്ത് വന്നത്? കുറെ കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. കാലണ സമ്പാദ്യമില്ല. ഈ കോട്ട് സൂട്ടൊക്കെ അറബിയുടെ. അയാളുടെ കീശ ഇറക്കാൻ വേണ്ടി രാപകൽ കഷ്ടപ്പെട്ടവനാ ഞാൻ. എന്നിട്ട് ആ തെണ്ടിയും താടയും കൂടെ എന്നെ ചതിച്ചപ്പോ ചങ്ക് തകർന്നു പോയി. അതുകൊണ്ട് ചത്ത എല്ലാം ശരിയാവൂ. ഒളിച്ചോട്ടം ഭീരിക്കൊക്കെ പറഞ്ഞിട്ടുള്ള നാട്ടിൽ നിന്നെ പ്രേമിച്ച് പറ്റിച്ച ആ പെണ്ണില്ലേ, എന്താ അവളുടെ പേര്, നന്ദിനി. അവളോട് നീ നന്ദി പറയണം. അവള് വേലയും കൂലി ഇല്ലാത്ത ഒരുത്തന്റെ കൂടി ഇറങ്ങി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. ഒന്നുമില്ലേലും 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടില്ലേ? ഇനിയുണ്ട് പ്രാരാബ്ദങ്ങൾ. ഉള്ളതെല്ലാം എണ്ണി പറക്കി വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാ. വല്ല കൂലി വേലയും ചെയ്ത് ജീവിച്ചോളാം. കൂലിവേല അങ്ങോട്ട് ചെന്നാ മതി, എടുത്തങ്ങ് തരും. ഈടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഇഷ്ടം പോലെ എണ്ണം വന്ന് കിടക്കുക നാട്ടില്. കഞ്ഞിയും കട്ടൻ കാപ്പിയും കൊടുത്താൽ മതി. പിന്നെ ചുമടെടുക്കണമെങ്കിൽ ആരോഗ്യം മാത്രം പോരാ, ചുമട്ട് ജോലിക്ക് കാർഡ് എടുക്കണമെങ്കിൽ കുടുംബം വിൽക്കണം. അതുകൊണ്ട് ഈ കണ്ടീഷനിൽ നീ പറഞ്ഞ പ്ലാൻ തന്നെ നല്ലത്. ഇവിടെ കിടന്ന് ചാകാം. ഞാൻ ചാവും. അതിനുമുമ്പ് ഞാൻ അവനെയും കൊല്ലും, അവളെയും കൊല്ലും. കൊല്ലും കൊല്ലും കൊല്ലും. ഇവിടെ ഇരുന്ന് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ അവര് ചാവത്തൊന്നുമില്ല. മണല് മണല്, ഇവിടെ അങ്ങ് മണല് മാഫിയയില്ലേ? അങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്, ഇങ്ങോട്ട് നോക്കിയാ മണല്. ഏത് വഴി പോയാൽ എവിടെ എത്തുമെന്ന് ആർക്കറിയാം? ഏത് വശത്താ റോഡ്? ഈ ഭാഗത്താണോ അതോ ഈ ഭാഗത്താണോ? അത് പറഞ്ഞൂടെ? ഇങ്ങനെയല്ലേ വണ്ടി കിടക്കുന്ന? അപ്പൊ ആ ഭാഗത്ത് റോഡ്. അതിനു മുമ്പ് ഇരുട്ടത്ത് വെച്ച് വണ്ടി കുറെ സമ്മർ സോൾട്ട് അടിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇരിക്കുന്നുണ്ടില്ലേ? ഞാൻ പോവാ. എങ്ങോട്ടാ? ഭൂമി ഉരുണ്ടല്ലേ, എവിടെയെങ്കിലും എത്തും. കാല് പൂഴ്ത്തി പൂഴ്ത്തി പോന്നു. ഒരു 5000 കുറവുണ്ടല്ലോ. അത്ര ഇപ്പോഴും ഉള്ളൂ. ഒരു ഡിസ്കൗണ്ട് ചോദിച്ചു നോക്ക്. ഇപ്പൊ ഡിസ്കൗണ്ട് ഇല്ലാത്ത കച്ചവടമൊന്നും ഇല്ലല്ലോ. അതിനിത് കച്ചവടമാടാ. പിന്നെ മോളെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് കല്യാണമാണ്. അതെ, കിഡ്നാപ്പർ വിളിക്കുമ്പോ ഒന്ന് കരഞ്ഞ് പിണങ്ങിയൊക്കെ പറഞ്ഞു നോക്ക്. വല്ലതും കിട്ടണമെങ്കിൽ കിട്ടട്ട്. 5000 കുറഞ്ഞതുകൊണ്ട് കൈയും കാലും വെട്ടിയെടുത്ത് മൊണ്ടി മൊണ്ടി ഇവിടെ കൊണ്ടാക്കിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫോൺ. ഹലോ, ഇത് ഞാനാ, തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയവൻ. പണം റെഡിയാണോ? റെഡിയാണ്. ഒരു 5000 ദർഹത്തിന്റെ കുറവുണ്ട്. അതേ ഇവിടെ ഉള്ളൂ. അതൊക്കെ എവിടെ കൊണ്ടുവരണം? താൻ കൊണ്ടുവരണ്ട. വീട്ടിലൊരു ഡ്രൈവറില്ലേ, അവന്റെ കൈ കൊടുത്തു വിട്ടാ മതി. അബുദാബിയിൽ നിന്നും അലയിലേക്കുള്ള ഹൈവേയിൽ 2ാമത്തെ ഇന്റർസെക്ഷൻ തിരിയുമ്പോൾ മരുഭൂമിയിലേക്ക് ഒരു റോഡുണ്ട്. ആ വഴി വരുമ്പോ അവളെ ഞാൻ തട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെ കാർ കാണാം. അതിനുള്ളിൽ കാശ് വെച്ചിട്ട് അവനോട് പൊയ്ക്കൊള്ളാൻ പറയണം. എന്റെ മോള് കാശ് കിട്ടിയാൽ അവൾ വീട്ടിലെത്തും, അല്ലെങ്കിൽ അവളുടെ ശവം. പോലീസിനെ അറിയിച്ച് മിടുക്ക് കാട്ടരുത്. ഹലോ ഹലോ. പണം ഇവന്റെ കൊടുത്തയക്കാൻ പറഞ്ഞു. എന്റെ അല്ല. ഡിസ്കൗണ്ടിന്റെ കാര്യം എന്താ? ഡിസ്കൗണ്ടിന്റെ കാര്യം എന്താ പറഞ്ഞു? സമ്മതിച്ചു. ഞാൻ പറഞ്ഞിട്ടല്ലേ ആ കാശ് കിട്ടിയത്. എനിക്ക് അതിന്റെ വീതം കിട്ടിയാ പറ്റൂ. മതി 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 മതി. ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നല്ലേ, ഇങ്ങനൊക്കെ തന്നെ പോവും. ഞാൻ ഒരു 5000 തരം ചോദിച്ചപ്പോ മുതലാളിയുടെ കാലണ ഇല്ലാന്ന് പറഞ്ഞു. കണ്ട തെണ്ടികൾക്ക് കൊടുക്കാനില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ കൊടുത്തു ആർക്ക്? മുതലാളിയുടെ കൊച്ചനാ. ശാപം കിട്ടും.
എടാ അബ്ദു, ഓടി വാടാ, അവിടെ ഒരു കാറ് കിടക്കുന്നു. ദാ ആരുമില്ലേ? അകത്താരും ഇല്ലടേ. ഡോറ് തുറന്നു കിടക്കുന്നു. ഡേയ്, ഇതിനകത്ത് ആരുമില്ല. ദേ, കീ ഇവിടെ ഉണ്ട്. ഇവിടെ ആയിരുന്ന റോഡ്. ഇതിനു വേണ്ടിയാണ് ഇത്രയും നടന്നത്. നീയല്ലേ പറഞ്ഞ വണ്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് റോഡ് ഇങ്ങനെ നീ ആയിരിക്കും. വെള്ളത്തിന്റെ കുപ്പി വല്ലതും ഉണ്ടോ നോക്കടാ, ദാഹിച്ചിട്ട് വയ്യ. വെള്ളമില്ല, ആളുമില്ല, ആരുമില്ലേ? നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് വല്ല ആളും അനക്കോ ഉള്ളിടത്തെത്താം. എന്നിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് വല്ല ഒട്ടകത്തിന്റെയും പുറത്ത് കയറി കര പറ്റാം. അതൊന്നും വേണ്ട, നമുക്ക് ഇത്തിരി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഓണർ വരുമ്പോ ലിഫ്റ്റ് ചോദിക്കാം. ഓണറാ? ഇവിടെ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും അന്തമില്ലാത്ത മരുഭൂമി. അതിനിടയിൽ ഒരു എറുമ്പിനെ പോലും കാണാനില്ല. അപ്പോഴാണ് ഒരു ഓണർ. ഇവിടെ ഓണർ ഇല്ലാതെ വണ്ടി തന്നെത്താൻ ഉരുണ്ട് വന്ന് നിന്നാ മൂത്രം ഒഴിക്കാനോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയതായിരിക്കും. നിനക്ക് മോഷണം പുത്തിരി ഒന്നുമല്ലല്ലോ. പക്ഷെ ഈ മാധവൻ ഇതുവരെ അയ്യേ ഞാനൊന്നിനുമില്ല. എന്നാ നീ ഓണറെ കണ്ട് ജാതകമൊക്കെ കുറിച്ചെടുത്തിട്ട് വന്നാൽ മതി. ഇങ്ങോട്ട് മാറിയാ ഞാൻ പോന്നു. അബ്ദു, നീ പോടാ. റോഡിൽ നിന്ന് മാറിയില്ലേ? റോഡിൽ നിന്ന് മാറിയിക്കാൻ. രണ്ടാമത്തെ ഇന്റർസെക്ഷൻ കഴിഞ്ഞിട്ട് കുറേ നേരമായി. നമ്മുടെ കാർ എവിടെ? ഈ മരുഭൂമിയിൽ ആരെയും കാണാനും ഇല്ലല്ലോ. ഇനി കാശ് വാങ്ങാൻ വരുന്നത് വല്ല ഒട്ടകവും മറ്റോ ആയിരിക്കൂ. റേഡിയോയും വർക്ക് ചെയ്യുന്നില്ല. വഴിയിലെങ്ങും ഒരു ഈച്ച പോലും ഇല്ല. എങ്ങോട്ടാ പോകുന്ന വല്ല നിശ്ചയമുണ്ടോ? പെട്രോൾ തീരുന്നവരെ ഓടട്ടെ. ഒരിത്തിരി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. തൊണ്ട വരണ്ട്. ബെസ്റ്റ് ടൈം. കുടിക്കാൻ വെള്ളവും ഇല്ല. ദാ അവിടെ ഒരു ഷെഡുണ്ട്. എവിടെ? വെള്ളവും കുടിക്കാൻ വഴിയും ചോദിക്കാം. ഇവിടെ ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഹലോ, ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ മേശ്രി. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതേ അമ്പും വില്ലും ഒക്കെ കിടക്കുന്നു. അതിനുശേഷം ആരും ഇങ്ങോട്ട് കയറിയ ലക്ഷണമില്ല. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ന്യൂമറിലെന്ത് ഇവിടെ പോയിരിക്കുന്നു? പുറത്തെങ്ങാണോ ഇരുന്ന് വെള്ളം അടിക്കുവാന്നു?
മാധവ, മാധവ, ഇവനിത് എവിടെ പോയി? മാധവ, 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 ശബ്ദം മാത്രം കേൾക്കുന്നു. ഇവന് തിരസ്കരണ അറിയാവോ? മാധവ, അയ്യോ, നീ എന്തൊരു പാട്ടടി കയറിയത്? ഒളിച്ചു കളിക്കുന്നു. എന്താടാ? പെണ്ണാ? എവിടെ? അവള് കറുത്തായ നമുക്കെന്ത്? പെണ്ണ് കാണാമെന്നൊന്നും അല്ലല്ലോ. ഇത്തിരി വെള്ളം കിട്ടുമോന്ന് ചോദിക്കാം. എവിടെ അവള്? അവിടെ ടാറ്റ കാണി. അബ്ദു, അബ്ദു, എന്റെ തല ഭ്രാന്തി വാതിൽ പിടിച്ച് പുറത്തു കിടന്നതിന് മുമ്പ് വണ്ടി കയറ്. ഈ അബുദാബി പോന്ന വഴി രാസ്ത രാസ്ത അബുദാബി അബുദാബി ചുമ്മാ അല്ലടാ നീയൊക്കെ ഒട്ടാകാരന്മാരായത്. അവന്മാര് പറഞ്ഞ പോലെ മനസ്സിലായ എന്താ? നേരെ പോയാ മതിയൊന്ന്. നേരെ പോയാ എങ്ങോട്ട് പോകും? നരകത്തില്ല. അവന്മാര് തമ്മി പറയുന്ന അവന്മാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നല്ലേ എനിക്ക്? നീ പോയി ചോദിച്ചു നോക്ക്. 1.5 മണിക്കൂർ ഞാൻ അവന്മാരുടെ മുമ്പ് കിടന്ന് കഥകളി കാണിച്ചിട്ടാ ഞാൻ ചോദിക്കുന്ന വെള്ളമാണെന്ന് അവന്മാർക്ക് മനസ്സിലായത്. നീ വണ്ടി കയറി. മലയാളി പെൺകുട്ടിയെ 2 ദിവസമായി കാണാനില്ല. വെളുത്ത നിറം, 5 അടി 4 ഇഞ്ച് പൊക്കം, റെഡ് സ്കേർട്ടും ബ്ലാക്ക് കളർ ടോപ്പും ധരിച്ച പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. കണ്ടുമുട്ടുന്നവർ 508185 എന്ന നമ്പറിലോ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക. ഇപ്പോഴല്ലേ അവളെങ്ങനെ ഡിക്കിക്കാത്തോന്നു മനസ്സിലായത്? നമ്മളെ ഇടിച്ചതുപോലെ ആ തല തെറിച്ചവള് വല്ലരെ ഇടിച്ചു കാണും. അവന്മാര് ചുരുട്ടിക്കുട്ടി എടുത്ത് ഡിക്കിയിൽ ഇട്ടതാവും. നീ വണ്ടി തിരിച്ചുവിട്. അവൾ അവിടെ കിടന്ന ആഹാരവും വെള്ളവും കിട്ടാതെ ചത്തുപോകും. ചാവട്ടെ ശവം. ഇവിടെ നീ വണ്ടി തിരിക്കേ. അവള് പേടിച്ചിട്ടാവും നമ്മളെ ഇടിച്ച്. നമുക്ക് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വേണ്ടാത്ത പണിയാണ്. മഹാപാപം കിട്ടൂടാ. വണ്ടി തിരിക്കേ.
മതവ സൂക്ഷിച്ചോണേ, അവള് പതുങ്ങിയിരുന്ന് തലക്കടിക്കും. ചത്ത, നീ അവളുടെ നട്ടലിനിട്ടാ ചവിട്ടിയത്. ഏയ് പഴുതാരയുടെ ജാതിയാ, അങ്ങനെയൊന്നും വേഗം ചാവൂല. കൊച്ചേ, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയത്. വഴിയിലൊരു കാർ ആരുമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് ഓടിച്ചു പോയി. അതിൻ്റെ ഡിക്കിയിൽ കൊച്ചുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നതാണല്ലേ, സാരമില്ല, ഞങ്ങൾ കൊണ്ടുപോയി പൊന്നുപോലെ പോലീസിനെ ഏൽപ്പിക്കാം. പക്ഷെ കൊച്ചു അവരോട് പറയണം, ഞങ്ങൾക്ക് ഇതില് യാതൊരു പങ്കുമില്ല. ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? നീ പോടാ കാറുകളാ, നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കിയാണ്. എന്തോന്നു? നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. അതുകൊണ്ട് നീ അധികം സംസാരിക്കണ്ട. ആരും സംസാരിക്കണ്ട. എന്നെ തട്ടിക്കൊണ്ട് പോയവർക്ക് മുഖംമൂടി ഉണ്ടായിരുന്നു. തടിയും പൊക്കമൊക്കെ നിങ്ങളുടെ അത്രയും തന്നെ ഉണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ കൊച്ചിനോട് ഞങ്ങൾ സൗഹൃദം കാട്ടുമോ? എന്ത് സൗഹൃദം? എന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇട്ടിടിച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിന്റെ പേരെന്തോന്ന്? ചക്കരമെന്നാ? കൊച്ചു പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തന്നിട്ട് പോയിക്കും, ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഏത് കാശ്? ഏത് കാശാ? കാറിൽ പെട്ടിയിലിരുന്ന കാശ്. കാറിൽ പെട്ടിയും കിടക്കൊന്നും ഇല്ലായിരുന്നു. ആഹാ, വേല അങ്ങ് കയ്യിൽ വെച്ചാ മതി, എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് കാശെടുത്തോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിൽ പറയും. ഇവിടെ കിഡ്നാപ്പിന്റെ മിനിമം ശിക്ഷ തൂക്കിക്കൊലയാ. പെണ്ണുങ്ങൾ പറഞ്ഞ അക്ഷരം പ്രതി വിശ്വസിക്കും. എന്തൊരു കുരിശാടാ ഇത്? നീ ഇങ്ങോട്ട് വന്നേ. ഇവളെ യേശു ക്രിസ്തു തങ്ങിയതിനെക്കാട്ടിയും വലിയ കുരിശാ. ഇവളെ ഇവിടെ ഇട്ട് പൂട്ടിയിട്ട് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പോലീസ് വന്ന് തപ്പിപ്പിടിക്കുന്നതിനെക്കാട്ടി മുമ്പ് നാട് വിടാം. നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോയി പിച്ചെടുത്താലും സാരമില്ല. എടാ, പെണ്ണ് കേസിൽ നമ്മളെ ഇവിടെ തൂക്കി കൊന്നെന്നറിഞ്ഞ എന്റെയും നിന്റെയും കുടുംബം നാണക്കേടുകൊണ്ട് ഒരൊറ്റ കയറി തൂങ്ങിച്ചാവും. തലമരവിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാം. ഓടിക്കോ! നീ ഏങ്ങന്നാ? കഷ്ടകാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി, നീ കരയണ്ട. ആര് കൊരഞ്ഞ്? എന്താ? നീ എന്താ കണ്ണുരുട്ടി ഉമ്മാക്കി കാണിക്കുന്നത്? ഉമ്മാക്കിയെ തിരിഞ്ഞു നോക്കടാ പട്ടി. നീ വണ്ടി നിർത്തണം. നീ വണ്ടി നിർത്തണം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ കോടാരി നമ്മളെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ പിടിച്ചിറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങാൻ. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു. അയ്യേ, കാരണത്തത് കയറുന്ന നീ ആണുങ്ങളുടെ മുഖത്ത് തുപ്പല്ലേ? നിന്നെ കൊണ്ട് തുപ്പിക്കാതെ ഞാൻ. നിന്നെ ഞാൻ വലിച്ചു കീറും. ആണുങ്ങളുടെ മുഖത്ത് തുപ്പി വച്ച് മണ്ണ് വാരിയിടൂല്ലോടി. കണ്ട് രസിച്ചു നിൽക്കാതെ പിടിച്ച് മാറ്റാവളെ. അകത്തോട്ടല്ല, പുറത്തോട്ട്. എന്റെ പാവട ഇങ്ങ് താട പട്ടി.
എടാ പോക്കൃത്തന്നെ കാണിക്കുക. നീ എന്തിനാ ഇവിടെ പാവാട വലിച്ചുവിടുക? സോറി. അയ്യോ ഇത് മുഴുവൻ കീറിപ്പോയി. ഇനി ഇത് ഉടുക്കാൻ പറ്റൂല. എൻ്റെ പാൻസ് വേണമെങ്കിൽ ഞാൻ ഊരിത്തരാം. മതിയാ? വേണ്ട, ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. ഏതെങ്കിലും ഒരു വണ്ടി ആള് വരുന്നവരെ. അത് വന്നു കഴിയുമ്പോ തുണിയില്ലാതെ ഞാൻ ഈ റോഡിൽ ഇറങ്ങി നിന്ന് നിലവിളിക്കും. നീയൊക്കെ കൂടെ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ട് പോലും റേപ്പും ഒക്കെ കൂടി ആവുമ്പോ രണ്ടെണ്ണത്തിന് ചാവുന്ന വരെ ജയിലിൽ കിടന്ന് ഉണ്ടതിനാ. അയ്യോ അയ്യോ ഞാൻ കണ്ടില്ല. അല്ല അയ്യോ ഇത്ര ക്രൂരമായിട്ട് ഞങ്ങളോട് പെരുമാറരുത്. ഈ കൊച്ചു പറയുന്ന എന്തും ഞങ്ങൾ അനുസരിക്കാം. എന്നാ ഡിക്കി എന്റെ ബാഗ് എടുത്തു. ഒന്നങ്ങോട്ട് തിരിഞ്ഞെന്നേ. എടേ എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഹോ, ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. വാ പിടിച്ചേ. കൈ വേണ്ട, ഈ കൈ പിടി. അവള് സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ. പോവാം. ഇവളോടെ പോകുന്നതിനെക്കാട്ടി നല്ലത് തീവണ്ടിക്ക് തല വെക്കുന്ന. എന്നാ ചവിട്ടാടാ ചവിട്ടിയത്? ഒരു വഴിയുണ്ട് വഴിയുണ്ട് വഴിയുണ്ട്. നീ വണ്ടി സ്റ്റാർട്ടാക്ക്. എന്നിട്ട് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ടാവുന്നില്ലെന്ന് പറയണം. അപ്പൊ ഞാൻ അവളും കൂടെ ഇറങ്ങി തള്ളും. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നീ അങ്ങ് വിട്ടു പോണം. ഞാൻ ഓടിക്കറിക്കോളാം. ഇതൊക്കെ നടക്കൂടെ? ശ്രമിച്ചൂടെ?